Dear students, 8th class മാത്സിലെ 8th ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധത്തിലെ പേജ് നമ്പർ 140-ലും 41-ലുള്ള 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the angles of a triangle are in the ratio 1:3:5. What are the angles? ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം 1:3:5 ആണെന്നുണ്ടെങ്കിൽ അതിലെ കോണുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ ആണ് 1:3:5 അല്ലെ. ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 1:2 എന്ന് പറയുമ്പോൾ എക്സ് എന്ന് എഴുതാം അല്ലെ. 1 × എക്സ് ആണല്ലോ, അപ്പോ എക്സ് എന്ന് എഴുതാം. അടുത്തത് 3:2 എന്ന് പറയുമ്പോൾ 3x എന്ന് എഴുതാം. അടുത്തത് 5 എന്ന് പറയുമ്പോൾ 5x എന്ന് എഴുതാം അല്ലെ. 1:3:5 നമ്മൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം ഏതൊരു ത്രികോണത്തിന്റെയും ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ, എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ x + 3x + 5x is equal to എന്ത് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക? എക്സും 3x 4x 4x + 5x 9x 9x is equal to 180. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 9 × x ആണ്. ഈക്വൽ ടു ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരിക്കണം 9 എന്നാവും. 180-ൽ എത്ര 9 ഉണ്ട്? 20 പ്രാവശ്യം ഉണ്ട് അല്ലെ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കണ്ടുപിടിച്ചൂടെ? ആംഗിൾസ് എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോ ആംഗിൾസ് ആർ ഫസ്റ്റത്തത് എക്സ്, അപ്പോൾ ഒരു ആംഗിൾ 20 തന്നെ ആയിരിക്കും. അടുത്തത് 3x ആണ് അല്ലെ. 3 × 20 is equal to 60. അടുത്ത ആംഗിൾ 5x ആണ്, അപ്പോൾ 5 × 20 is equal to 100. അപ്പോൾ ഇതായിരിക്കും ആംഗിൾ 20, 60, 100. ഇതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:4 ആൻഡ് ദ ലോങ്സ്റ്റ് side is 20 centimeters longer than the shortest side. Calculate the length of all three sides. ഇതിനകത്ത് സൈഡ്സ് 2:3:4 ആയതുകൊണ്ട് നമുക്ക് അതിനെ സൈഡ്സ് എന്താക്കി എഴുതാം? 2x 3x 4x ആയിട്ട് എടുക്കാം അല്ലെ സൈഡ്സ്. അതിന്റെ ലോങ്സ്റ്റ് സൈഡ് ഷോർട്ടസ്റ്റ് സൈഡ് നമ്മൾ റിലേഷൻ തന്നിട്ടുണ്ട്. ലോങ്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാല് ഷോർട്ടസ്റ്റ് സൈഡ് കൂടെ 20 ആഡ് ചെയ്തതാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ലോങ്സ്റ്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഷോർട്ടസ്റ്റ് സൈഡ് പ്ലസ് 20 എന്ന് എഴുതാം. ഇതില് ലോങ്സ്റ്റ് സൈഡ് ഏതാണ്? 4x അല്ലേ. അപ്പൊ 4x is equal to ഷോർട്ടസ്റ്റ് സൈഡ് 2x ആണ്, 2x + 20 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2x ഇങ്ങോട്ട് കൊടുത്താൽ എന്ത് വരും? 4x 2x ഈ സൈഡിലേക്ക് വരുമ്പോൾ -2x ആവും, ഈക്വൽ ടു 20. 4x 2x പോന്നാൽ 2x is equal to 20 എന്ന് കിട്ടും. x is equal to 20/2 is equal to 10. അപ്പൊ x എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സൈഡ്സ് ആയി എഴുതി കൂടെ? സൈഡ്സ് is equal to 2x 3x 4x ആണ് അല്ലെ. ഫസ്റ്റ് 2 × 10 2 × 10 is equal to 20, അടുത്ത 3x ആണ്. അപ്പൊ 3 × 10 is equal to 30. അടുത്തത് 4x ആണ്. അപ്പൊ 4 × 10 is equal to 40. ഇപ്പൊ 20-യും 30-യും 40-യും ആയിരിക്കും അതിന്റെ സൈഡ്സ് വരിക. ഇനി ഇതിനകത്ത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. The ratio of the length, width and height of a rectangular box is 2:3:5 and its volume is 3750 cubic centimeters. Find the length, width and the height. അപ്പോൾ ഒരു ചതുര പെട്ടി ഉണ്ട് അല്ലെ. ആ ചതുര പെട്ടിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് റേഷ്യോ ആണ് 2:3:5 എന്നുള്ളത്. ഓക്കെ, ഇനി അതിന്റെ വ്യാപ്തം അഥവാ വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ്? 3750 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലെങ്ത്തും ഹൈറ്റും വിഡ്ത്തും ഒക്കെ എഴുതിക്കൂടെ? എന്തായിരിക്കും? റേഷ്യോ 2:3:5 ആയതുകൊണ്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലെങ്ത് ഇസ് ഈക്വൽ ടു 2x and width is equal to 3x, height is equal to 5x. Length is equal to 2x, width is equal to 3x, height is equal to 5x എന്ന് എഴുതാം അല്ലെ.
ഇനി വോളിയം അഥവാ വ്യാപ്തം എന്താണ്? ഒരു ചതുരത്തിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഇവിടെ ലെങ്ത് എന്താണ്? 2x 3x 2x ആണ്. 2x ഇൻറ്റു 3x ഇൻറ്റു 5x. അപ്പോൾ 2x ഇൻറ്റു 3x ഇൻറ്റു 5x അത് എത്രയെന്ന് വന്നിട്ടുണ്ട്? 3750 ആണ് അല്ലേ? ഇനി ഇത് ഗുണിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 2 ഇൻറ്റു 3 6 ആണ്. 6 ഇൻറ്റു 5 13 30. അപ്പോൾ 30 എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് അല്ലേ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയി. അത് കൂടെ ഒരു എക്സും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ആയിരിക്കും. അത് 3750 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് എന്തായിരിക്കും? ഇവിടെ 30 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ് അല്ലെ? ഈക്വൾട്ടിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരണാവൂലേ? 3750 ഹരിക്കണം 30 എന്നായിട്ട്. അപ്പോൾ അത് എത്രയാണ് ഹരിച്ചാൽ കിട്ടുക നോക്കാം. 3750 ഹരിക്കണം 30. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3750 30 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ സീറോ കട്ട് ചെയ്യാം. ബാക്കി 375 ഹരിക്കണം 3 ഉണ്ടാവുക. 3 1 1 1 3 3 7 3 2 23 6 15 3 5 35 15 ഇഷ്ടമുണ്ട്. അപ്പോൾ 125 ആണ് നമുക്ക് എക്സ് ക്യൂബ് കിട്ടുക. എക്സ് ക്യൂബ് ആണ് 125. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ് അല്ലേ? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണല്ലോ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ. അതാണ് 125. അപ്പൊ ഇതിൽ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് 125 ആണ് അല്ലേ? 3 സംഖ്യകൾ ഗുണിച്ചതാണ് 125. ഒരേ സംഖ്യകൾ ഗുണിച്ചതാണ്. അതേതാണ്? 5 അല്ലേ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ് 125. 5 ഇൻറ്റു 5 25. 5 ഇൻറ്റു 25 125. അപ്പൊ എക്സ് എന്താ നമുക്ക് കിട്ടുക? 5 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് എന്തൊക്കെ ആയിരിക്കും? ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും നമുക്ക് കണ്ടുപിടിച്ചൂടെ? ലെങ്ത് ഇസ് ഈക്വൽ ടു 2x ആണ് അല്ലെ? 2x ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 10. അടുത്തത് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 3x ആണ്. 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 15. അടുത്ത ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5x ആണ്. 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 25. അത്രയും സെന്റിമീറ്റർ ആയിരിക്കും ഇത് വരിക. ഇനി ഇതിനകത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് ബീഡ്സ് ഓഫ് 3 കളേഴ്സ്. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ടു ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഈസ് 3:5 and the ratio of the number of white beads to the number of the red beads is 2:3. What is the ratio of the number of beads of all 3 colors? ഒരു ബോക്സ് ഉണ്ട് അല്ലെ? ആ ബോക്സിൽ 3 കളർ മുത്തുകളാണുള്ളത്. ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, റെഡ് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. അതില് ബ്ലാക്ക് ബീഡ്സിന്റെയും വൈറ്റ് ബീഡ്സിന്റെയും റേഷ്യോ 3:5 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ള മുത്തുകളുടെയും ചുവപ്പ് മുത്തുകളുടെയും അംശബന്ധം 2:3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മുത്തുകളുടെയും റേഷ്യോ എന്താണെന്നാ ചോദിച്ചത്. ഓരോ മുത്തുകളുടെയും റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിട്ട് ബ്ലാക്ക് ബീഡ്സ് ഈസ് വൈറ്റ് ബീഡ്സ് 3:5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്തായിരിക്കും? 3x ആയിരിക്കും അല്ലെ? അതേപോലെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് 5x എന്ന് എഴുതാം. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് ഈസ് ടു വൈറ്റ് ബീഡ്സ് ഇസ് ഈക്വൽ ടു 3:5 ആണ്. Therefore, number of black beads is equal to 3x. അതുപോലെ number of white beads is equal to 5x. ഓക്കെ. ഇനി വൈറ്റ് ബീഡ്സ് ഈസ് ടു റെഡ് ബീഡ്സ് 2:3 ആണ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈറ്റ് ബീഡ്സ് ബൈ റെഡ് ബീഡ്സ് ഇസ് ഈക്വൽ ടു 2/3 എന്ന് എഴുതി കൂടെ?
2/3 എന്ന് എഴുതാം. ഇനി ഇതില് വൈറ്റ് ബീഡ്സ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 5x ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ വൈറ്റ് ബീഡ്സിന്റെ സ്ഥാനത്ത് നമുക്ക് 5x എന്ന് എഴുതാം. 5x by red beads is equal to 2/3 എന്ന് കിട്ടും. ഇനി ഇത് റെഡ് ബീഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? റെഡ് ബീഡ്സ് ഇസ് ഈക്വൽ ടു, റെഡ് ബീഡ്സ് അടിയിലാണുള്ളത് അല്ലെ, അത് മുകളിൽ വരണം. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും റെസിപ്രോക്കൽ എടുക്കാം, വിൽക്രമം എടുക്കാം. അപ്പൊ റെഡ് ബീഡ്സ് വിൽക്രമം എടുക്കുമ്പോൾ ഇവിടെ വിൽക്രമം എടുക്കുമ്പോൾ ഇവിടെയും വിൽക്രമം എടുക്കാം. റെഡ് ബീഡ്സ് മേലെ വരും, 5x താഴെ വരും. ഇവിടെ ആണെങ്കിലോ 3 മുകളിൽ വരും, താഴെ 2 എന്ന് വരും. അപ്പൊ റെഡ് ബീഡ്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? റെഡ് ബീഡ്സ് ഇസ് ഈക്വൽ ടു 3/2. ഈ 5xനെ ഈക്വൽ ടു ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു 5x എന്ന് വരും. 3 × 5x എന്ന് പറഞ്ഞാൽ 15x ആണ്. 15x/2 എന്ന് വരും റെഡ് ബീഡ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും വരിക? ഇവിടെ 15x/2 ഇത് കിട്ടി. ഇവിടെ 3x ആണ് ബ്ലാക്ക് ബീഡ്സ്, വൈറ്റ് ബീഡ്സ് 5x ആണ്. അപ്പോ റേഷ്യോ എന്തായിരിക്കും വരിക? ബ്ലാക്ക് ബീഡ്സ് ഈസ് ടു white beads is to red beads is equal to 3x is to 5x is to 15x/2. ഈ x 3 ഉള്ളതുകൊണ്ട് x 3 നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ഇനി ബാക്കി എന്താ വരിക? 3 is to 5 is to 15/2 എന്ന് വരും അല്ലെ. റേഷ്യോയില് നമ്മൾ ഫ്രാക്ഷൻ നമ്പർ കാണൂല അല്ലെ, ഭിന്നസംഖ്യ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഭിന്നസംഖ്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ /2 ആണുള്ളത് അല്ലെ. എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും ക്യാൻസൽ ആയി വെറും 15 ആവും. പക്ഷെ ഇവിടെ മാത്രം നമുക്ക് 2 കൊണ്ട് ഗുണിക്കാൻ കഴിയുമോ? ഇല്ല. ഇവിടെ ഗുണിക്കുമ്പോൾ ഇവിടെയൊക്കെ ഗുണിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മാറിപ്പോകും അല്ലെ. അപ്പൊ 3 × 2 is to 5 × 2 is to 15/2 × ഈ 2 ക്യാൻസൽ ചെയ്തു. 3 × 2 എത്ര? 6. 6 is to 10 is to 15 വരും ഇതിന്റെ അംശബന്ധം അഥവാ റേഷ്യോ.